T20 വേൾഡ് കപ്പിന് വരുന്നതിന് മുൻപായിട്ട് ഇന്ത്യക്ക് ന്യൂസിലാൻഡുമായിട്ട് 3 വൺ-ഡേ മത്സരങ്ങളും അതേപോലെ തന്നെ 5 T20 മത്സരങ്ങളാണ് കേട്ടോ ഉള്ളത്. അതിൽ T20യിലേക്ക് നോക്കുകയാണെന്ന് പറഞ്ഞാൽ ടീം സെലക്ഷനിൽ നോക്കുന്ന സമയത്ത് നമുക്ക് വേൾഡ് കപ്പിൽ എങ്ങനെയാണോ ടീം സെലക്ട് ചെയ്തിരിക്കുന്നത് അതേ ടീമിനെ തന്നെ ആയിരിക്കും കേട്ടോ പ്ലേസ് ചെയ്യുക. അതിൽ വേറെ ഡൗട്ടൊന്നും വേണ്ട. പക്ഷേ വൺ-ഡേ ടീം സെലക്ഷനിലേക്ക് വരുന്ന സമയത്ത് സൗത്ത് ആഫ്രിക്ക ടൂർണമെൻറ്റിൽ എടുത്ത ടീം ഉണ്ടല്ലോ, അതിൽ നിന്നും കുറച്ച് ചേഞ്ചസോട് കൂടിയിട്ടായിരിക്കും കേട്ടോ ഇന്ത്യ പരീക്ഷിക്കാനായിട്ട് പോകുന്നത്. അതിൽ നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഹിത് ശർമ്മ എന്തായാലും ഓപ്പണിംഗ് സ്ഥാനത്ത് എന്തായാലും 100% ഷുവറായിട്ട് നിൽക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. വേറൊന്നും കൊണ്ടല്ല, ഇപ്പോൾ വിജയ് ഹസാര ട്രോഫിയിലും നിങ്ങൾ ലാസ്റ്റ് നടന്ന മാച്ചിൽ കണ്ടു കാണും. 155 റണ്ണാണ് അടിച്ചു കൂട്ടിയിരിക്കുന്നത്. അത് 9 6 ഒക്കെ ഉൾപ്പെടെയാണ് കേട്ടോ 155 റൺ അടിച്ചു കൂട്ടിയിരിക്കുന്നത്. രോഹിത് ശർമ്മൻ്റെ കൂടെ ആര് ഓപ്പൺ ചെയ്യും എന്നുള്ളതാണ് വേറൊരു കാര്യം. അതിലിപ്പോൾ നോക്കുകയാണെന്ന് പറഞ്ഞാൽ ഗില്ലാണ് നിലവിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഗില്ലിനെ ഇനി ടീമിൽ സെലക്ട് ചെയ്യുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. ഒന്നാമത് ഗില്ലിനെ പുറത്താക്കിയിരിക്കുന്നത് ഒരു പരിക്ക് മുൻനിർത്തിയിട്ടാണ് പുറത്താക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പരിക്കും അല്ലെങ്കിൽ ആ ഒരു ഫോം ഔട്ടൊക്കെ തിരിച്ചു വന്നതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ഇനി ഗില്ലിനൊരു തിരിച്ചു വരവുണ്ടാവുള്ളൂ എന്ന് തോന്നുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ ഒരു ഒഴിവിലേക്ക് വരാനുള്ള ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജയ്സ്വാളാണ്. കാരണം കഴിഞ്ഞ ലാസ്റ്റ് വൺ-ഡേ മാച്ചിൽ സൗത്ത് ആഫ്രിക്കയായിട്ട് നടന്ന വൺ-ഡേ മാച്ചിൽ ജയ്സ്വാൾ സെഞ്ചുറി അടിക്കുകയുണ്ടായിരുന്നു. ആകെ ഒരേ ഒരു മാച്ചാണ് കളിക്കാൻ കിട്ടിയത്. ആ ഒരു മാച്ച് സെഞ്ചുറി അടിക്കുകയും ചെയ്തു. ആ ഒരു കളി വിൻ ചെയ്ത് കപ്പ് കൈ കൊടുക്കുകയും ചെയ്തു. അത് വെച്ച് നോക്കുകയാണെന്ന് പറഞ്ഞാൽ ആ ഒരു പ്ലേസിലേക്ക് ഏറ്റവും ഓപ്റ്റഡ് ആയിട്ടുള്ളത് ഇപ്പം നിലവിൽ ജയ്സ്വാളാണ്. പിന്നെ അടുത്തത് വൺ ഡൗണിലേക്ക് വരുന്ന സമയത്ത് വേറെ ഡൗട്ടൊന്നുമില്ല, വിരാട് കോഹ്ലി തന്നെയാണ്. വിരാട് കോഹ്ലി ലാസ്റ്റ് കഴിഞ്ഞ വിജയ് ഹസാര ട്രോഫിയിൽ വിരാട് കോഹ്ലിയും സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ രണ്ട് പ്ലേസ് കോഹ്ലിൻ്റെയും രോഹിത്തിൻ്റെയും പ്ലേസിലേക്ക് വേറൊരാളിനെ ചൂസ് ചെയ്യും എന്നുള്ള കാര്യം ഡൗട്ടേ വേണ്ട. അതെന്തായാലും സെലക്ടേഴ്സിന് അങ്ങനെ ഒരു ഓപ്ഷൻ കൊണ്ടുവരാനായിട്ട് പറ്റില്ല. പിന്നെ നാലാമതായിട്ട് ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ കഴിഞ്ഞ ടൂർണമെൻറ്റിൽ ഗെയ്ക്വാഡാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഗെയ്ക്വാഡ് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ഓപ്ഷൻ എനിക്ക് സഞ്ജുവിനെ ചൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സഞ്ജുവിനെ വൺ-ഡേ ടീമിലേക്ക് കൊണ്ടുവരും എന്നുള്ള കാര്യം ഡൗട്ടാണ്. സഞ്ജുവിനെ പ്ലേയിങ് 11 കൊണ്ടുവരികയാണെന്ന് പറഞ്ഞാൽ ഈ ഒരു നാലാമത് പൊസിഷനിൽ ഗെയ്ക്വാഡിനേക്കാളും എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും കേട്ടോ സഞ്ജു. പിന്നെ അഞ്ചാമത് പ്ലേസിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം നിലവിൽ തിലക് വർമ്മയാണ് അഞ്ചാമത് പ്ലേസിലേക്ക് ഇറങ്ങിയിരുന്നത്, അല്ലെങ്കിൽ ശിവൻ ഡുബെയൊക്കെയാണ് ഇറങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷെ ആ ഒരു പ്ലേസിലേക്ക് ഇപ്പം നിലവിൽ ഹർദിക് ടീമിൽ തിരിച്ചു വന്നതുകൊണ്ട് എന്തായാലും ഹർദിക് തിരിച്ചു വന്നതുകൊണ്ട് തന്നെ ഹർദിക്കിനെ അഞ്ചാമതിൽ സ്ഥാനത്തിലേക്ക് ഇറക്കാനുള്ള ചാൻസ് ഉണ്ട്. കൂടാതെ ആ ഒരു മിഡിൽ ഓർഡറിൽ സ്ട്രോങ് ആവുകയും ചെയ്യും. പിന്നെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോളിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഒരു 10 ഓവർ എറിയാൻ ഒരാളെ കിട്ടുകയും ചെയ്യും. അത്യാവശ്യം നല്ല രീതിയിൽ ബോൾ ചെയ്യുന്ന ഒരു ബോളർ കൂടിയാണ് ഹർദിക്. പിന്നെ ആറാമതിലേക്ക് വരുന്ന സമയത്ത് വിക്കറ്റ് കീപ്പറായ രാഹുലിനെ ആയിരിക്കും പ്ലേസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ വേറെ ഡൗട്ടൊന്നും വേണ്ട. കാരണം രാഹുൽ ഇപ്പോൾ ആ ഒരു പ്ലേസിൽ അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ വേറൊരു ഓപ്ഷൻ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല കേട്ടോ. പിന്നെ അടുത്ത ഏഴാമത് പ്ലേസിലേക്ക് വരുന്ന സമയത്ത് എന്തായാലും ജഡേജ തന്നെയാണ് കേട്ടോ. വേറെ ഓപ്ഷനൊന്നുമില്ല. കാരണം ജഡേജ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ബോളിങ്ങും ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ നല്ല രീതിയിൽ ബാറ്റിങ്ങും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏഴാമത്തെ പ്ലേസിലേക്ക് എന്തായാലും ജഡേജ തന്നെ ആയിരിക്കും. പിന്നെ ബോളിങ്ങിലേക്ക് വരുന്ന സമയത്ത് ബുംറനെ എന്തായാലും കൊണ്ടുവരും. പിന്നെ കുൽദീപ് ഉണ്ടാവും, ഹർഷ്ദീപ് ഉണ്ടാവും. പിന്നെ ഒരു ഫേസറിനെ കൂടി ഉൾപ്പെടുത്താൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ സ്പിന്നറിനെ മാറ്റി പരീക്ഷിക്കുന്നത് പോലെ ആയിരിക്കും ഈ ഒരു പ്ലേയിങ് 11 വരാനായിട്ട് പോകുന്നത്. എന്തായാലും വേൾഡ് കപ്പ് T20 നടക്കുന്നതിന് മുൻപായിട്ട് നടക്കുന്ന ടൂർണമെൻ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു വേൾഡ് കപ്പിലേക്കുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമിനെ കൊണ്ടുവരാനുള്ള രീതിയിലായിരിക്കും ടീമിൻ്റെ സെലക്ഷൻ ഉണ്ടാവുക എന്നുള്ള ഒരു ഉറപ്പാണ് കേട്ടോ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ അതേപോലെയുള്ള വീഡിയോസൊക്കെ ഇനി വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.